വാഴൂർ സോമന്റെ അവസാന ശബ്ദവും തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പീരുമേട് മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അദ്ദേഹം നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഇന്നും കഴിഞ്ഞിട്ടില്ലെന്നും സത്രം, എയർ സ്ട്രിപ്പ്, വനം, റവന്യൂ വകുപ്പിന്റെയും വിഷയങ്ങൾ അദ്ദേഹം തന്റെ അവസാന യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. 2017 റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 18 ഏക്കർ സ്ഥലം നൽകി. 5 ഏക്കർ സ്ഥലം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷന് നൽകി. 5 ഏക്കർ സ്ഥലം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നൽകി. 100-ലധികം പേർക്ക് അവിടെ സീറോ ലാൻഡ് പദ്ധതിയിൽപ്പെടുത്തി ഭൂമി അനുവദിച്ചു കൊടുത്ത് കുറേയേറെ പേർ കൈവശമാണ്. 2017 ഫെബ്രുവരിയിലാണ് ഈ നടപടിയെല്ലാം നടന്നത്. 2017 നവംബറിൽ അത് വനഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ അവിടെ സത്രം എയർ സ്ട്രിപ്പ് 21 കോടി രൂപ മുടക്കി NCC നിർമ്മിച്ച എയർ സ്ട്രിപ്പിലേക്ക് പോകാനുള്ള വഴിക്ക് അത് തടസ്സം നീക്കിയ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ എഫക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ട്. സന്തോഷമുണ്ട്. പക്ഷേ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ വലിയ ഗൗരവമായ വിഷയമായി. അത് നമുക്ക് നമ്മുടെ പോലൊരു സർക്കാർ ഭൂഷണമല്ല. എന്താണ് അതിൻ്റെ പോംവഴി എന്നുള്ളത് ചിന്തിക്കുക. അതിനൊരു പരിഹാരം കണ്ടില്ലായെങ്കിൽ തോട്ടം പീരുമേട് താലൂക്ക് ഏതാണ്ട് പൂർണ്ണമായി ഇപ്പോൾ തന്നെ തകർന്നു. അവിടെ ഗൗരവമായ വിഷയമാണ്. ഈ പറഞ്ഞ എൻക്രോച്ച്മെന്റുകൾ, വനം വകുപ്പിന്റെ എൻക്രോച്ച്മെന്റുകളെല്ലാം അവസാനിപ്പിക്കണം. വനം വേണ്ട എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ അത് അതിക്രമിച്ച് കയറുകയാണ്. അവര് വല്ലാത്ത ശല്യമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാറുള്ളത്.